ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് തുടക്കമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ചട്ടമ്പി സ്വാമികളുടെ 102ാം മഹാസമാധിയോടനുബന്ധിച്ചുള്ള സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പന്മന ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്തു. ദൃഢമായ ശീലങ്ങൾ ശക്തമായ കരൾ എന്ന പ്രമേയവുമായി ഇന്ന് ലോക കരൾ ദിനം. സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പകൽ സമയങ്ങളിൽ മുൻകരുതൽ പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെയും പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ കൊളംബോയിലെത്തി. വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകി. പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായക, പ്രധാനമന്ത്രി ഹരണി അമരസൂര്യ തുടങ്ങിയവരുമായി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കുന്ന തമിഴ്നാട്ടിൽ പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. എല്ലാ പാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ NDAയ്ക്കായി ഈറോഡിലെ ശിവഗിരിയിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വടക്കൻ ജില്ലകളിൽ പ്രചാരണം നടത്തി. രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവും കോയമ്പത്തൂർ, തിരുപ്പൂർ, നീലഗിരി എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് 3 ദിവസം ശേഷിക്കെ പശ്ചിമബംഗാളിൽ പ്രചാരണം ശക്തമായി. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വിവിധ ജില്ലകളിലെ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. തൃണമൂൽ കോൺഗ്രസിനായി മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി വിവിധയിടങ്ങളിലെ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ 102ാം മഹാസമാധി വാർഷികം. സമാധി സ്ഥാനമായ കൊല്ലം ചവറ പന്മന ആശ്രമത്തിൽ അനുസ്മരണ പരിപാടികൾ പുരോഗമിക്കുന്നു. മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. വാൽപ്പാറയിൽ അപകടത്തിൽ മരിച്ച മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. GUPS പാങ്ങിലെ പ്രധാനാധ്യാപകൻ അഹമ്മദ് കുട്ടിക്ക് LP സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിൽ ഉടൻ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നതിനും കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 10 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വേനൽ കടുക്കുന്നതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന. പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിലും പീക്ക് ടൈം ഡിമാൻഡിലുമാണ് സംസ്ഥാനം റെക്കോർഡിട്ടത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 വരെ അനാവശ്യമായ ലൈറ്റുകളും ഹൈ വോൾട്ടേജ് ഉപകരണങ്ങളും ഒഴിവാക്കി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്തെ പ്രതിദിന ഉപഭോഗം ഇന്നലെ 117.155 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. 2024 മെയ് 3 രേഖപ്പെടുത്തിയ 115.9485 ദശലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡ് കഴിഞ്ഞ ദിവസം മറികടന്നിരുന്നു. വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്തെ വൈദ്യുതി ആവശ്യകതയായ പീക്ക് ടൈം ഡിമാൻഡ് 6033 മില്യൺ യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലുമെത്തി. ഈ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകാനുള്ള നടപടികൾ KSEB സ്വീകരിച്ചതായി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. വയനാട് ടൌൺഷിപ്പിലെ 178 വീടുകൾ മെയ് ആദ്യവാരത്തോടെ കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി. ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് വിള്ളലുകളായി ചിത്രീകരിക്കുന്നത്. 100% ഗുണനിലവാരം ഉറപ്പാക്കാതെ ഒരു വീട് പോലും കൈമാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 133ാം പതിപ്പ് ഈ മാസം 26 രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. ഇന്ന് ലോക കരൾ ദിനം. കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ 19 ലോക കരൾ ദിനം ആചരിക്കുന്നത്. ദൃഢമായ ശീലങ്ങൾ, ശക്തമായ കരൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. മദ്യപാനം പോലെ അമിതാഹാരം, വ്യായാമക്കുറവ് എന്നിവയും കരളിന് ഭീഷണിയെന്ന് പറയുന്നു പ്രമുഖ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ഹരികുമാർ ആർ നായർ. മദ്യപാനം മൂലം ഉള്ള കരൾ രോഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അത്രത്തോളം തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും പെരുകി വരുന്നതായിട്ട് കാണാം. ഈ മദ്യപാനവും ഈ പറഞ്ഞ അമിതാഹാരം കൊണ്ടുള്ള ഫാറ്റി ലിവറും കൂടാതെ ചില ജനിതക കരൾ രോഗങ്ങളുണ്ട്. വൈറസുകൾ മൂലം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ വൈറസുകൾ മൂലവും കരൾ രോഗങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും കരൾ സിറോസിസിലേക്കാണ് ഇവയെല്ലാം നയിക്കുക. കരൾ ക്യാൻസറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക, കഴിക്കുന്ന ഭക്ഷണത്തിനനുസൃതമായി എക്സസൈസ് ചെയ്യുക, പ്രമേഹം, കൊളസ്ട്രോളിന്റെ അധികരിച്ച അവസ്ഥ, രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾ 40 വയസ്സിന് ശേഷം ഫൈബ്രോസ്കാൻ പോലുള്ള സ്ക്രീനിംഗ് പരിശോധനകൾക്ക് വിധേയരാകുക. തൃശൂർ കൊടകരയിൽ ഉറക്കത്തിനിടെ പാമ്പുകടിയേറ്റ് സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോയുടെ മകൻ ആൽജോയാണ് മരിച്ചത്. 7 വയസ്സായിരുന്നു. സഹോദരൻ അനോഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തൃശൂരിൽ തിരശ്ശീലയുയർന്നു. ഈ മാസം 23 വരെ KT മുഹമ്മദ് തിയേറ്ററിലാണ് പരിപാടി. ഉദ്ഘാടന ദിനമായി ഇന്ന് രാവിലെ പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ എന്ന നാടകം അരങ്ങേറി. നാടകങ്ങൾ കാണാൻ പ്രവേശനം സൌജന്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. 5 ദിനം കൊണ്ട് 10 നാടകങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. ഇന്ന് വൈകുന്നേരം 6 വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകവും അരങ്ങേറും. നാളെ രാവിലെ 10:30 അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം, വൈകിട്ട് 6 അയനം നാടകവേദിയുടെ ഒറ്റമുറിയിലെ പെണ്ണ് എന്ന നാടകവും വേദിയിലെത്തും. തുടർന്ന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി ചൈത്രതാര തിയേറ്റേഴ്സിന്റെ ജന്മം, സൌപർണിക തിരുവനന്തപുരത്തിന്റെ താഴ്വാരം, സദ്ഗമയ തൃശൂരിന്റെ സൈറൻ, കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണ്, അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84 എന്നീ നാടകങ്ങളും വേദിയിലെത്തും. അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇന്ന് രാവിലെ ഉദ്ഘാടനം നിർവഹിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 ചണ്ഡീഗഡിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഡർബനിലെ കിങ്സ്മീഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 മത്സരം. ഇന്നലെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ പന്തൽ നാട്ടുകർമ്മം കഴിഞ്ഞതോടെ ഒരുക്കങ്ങൾ തകൃതിയായി. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഈ മാസം 24 സാമ്പിൾ വെടിക്കെട്ട്, 26 പൂരം. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശത വാർഷികാഘോഷത്തിന് കണ്ണൂരിൽ തുടക്കമായി. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെ സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുനിൽ P. ഇളയിടം നിർവഹിച്ചു. അശോകൻ ചെരുവിൽ അധ്യക്ഷനായി. മലക്കപ്പാറയിൽ പുലിയാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. എന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. 70 വയസ്സായിരുന്നു. ഷോളയാർ ഡാമിനടുത്തുള്ള ഇവരുടെ വീടിന് സമീപം ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അട്ടപ്പാടിയിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടിയെ ധോണി ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. 5 ദിവസമായി ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് കാട്ടിനകത്തെ താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ആനക്കുട്ടിയെ മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് തുടക്കമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ചട്ടമ്പി സ്വാമികളുടെ 102ാം മഹാസമാധിയോടനുബന്ധിച്ചുള്ള സ്മൃതി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പന്മൻ ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്തു. ദൃഢമായ ശീലങ്ങൾ, ശക്തമായ കരൾ എന്ന പ്രമേയവുമായി ഇന്ന് ലോക കരൾ ദിനം. സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പകൽ സമയങ്ങളിൽ മുൻകരുതൽ പാലിക്കണമെന്ന് നിർദ്ദേശം.
IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെയും പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.